നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും പറയുന്ന അങ്കത്തട്ടിലേക്ക് സ്വാഗതം. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് പൂഞ്ഞാർ. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് എന്ന രാഷ്ട്രീയ രംഗത്തെ തന്ത്രശാലിയായ പ്രഗത്ഭൻ എന്ന് വേണമെങ്കിൽ PC ജോർജിനെ കുറിച്ച് പറയാം. 7 പ്രാവശ്യമാണ് PC ജോർജ് പൂഞ്ഞാറിൽ നിന്നും നിയമസഭയിൽ എത്തിയത്. പാലായിൽ മകൻ ഷോൺ ജോർജ് മത്സരിക്കുമ്പോൾ അച്ഛൻ പൂഞ്ഞാറിൽ മത്സരിക്കുന്നു. ഇരുവരും BJPയുടെ സ്ഥാനാർത്ഥികൾ. വിജയത്തിനപ്പുറം PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. 1996 മുതൽ 2016 വരെ പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ച് PC ജോർജ് നിയമസഭയിലെത്തി. 2016 സ്വതന്ത്രനായി മത്സരിച്ച് 27,821 വോട്ടുകൾക്കാണ് PC ജോർജ് വിജയിച്ചത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം നിൽക്കുകയും പിന്നീട് KM മാണിയോട് പിണങ്ങുകയും ഒക്കെ ചെയ്ത PC ജോർജ് ആ പ്രാവശ്യം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ പിന്തുണ അന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് 27,821 വോട്ടുകൾക്കാണ് 2016 PC ജോർജ് പൂഞ്ഞാറിൽ നിന്നും വിജയിച്ചത്. 2021 അദ്ദേഹം കേരള ജനപക്ഷം പാർട്ടി രൂപീകരിച്ചു. കാരണം കേരള കോൺഗ്രസ് എമ്മുമായി പിണങ്ങി കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യം. പിന്നീട് അദ്ദേഹം 2021 പുതിയ പാർട്ടിക്ക് രൂപം നൽകുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോടാണ് അന്ന് മത്സരിച്ചത്. പക്ഷേ അന്ന് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു 16,581 വോട്ടുകൾക്ക്. PC ജോർജിനൊപ്പം നിന്ന മുസ്ലിം സമുദായം കൈവിട്ടതോടെയാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് വിജയവരി ഒരുങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം പൂഞ്ഞാറിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയായി പലപ്പോഴും മാറിയിരുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളായിരുന്നു. 2016 2021 അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില നാക്കുപിഴ കൊണ്ടാണ് ആ ഭൂരിപക്ഷം പലപ്പോഴും അദ്ദേഹത്തിന് നഷ്ടമായത്. അത് 2021 ആവർത്തിച്ചു എന്ന് തന്നെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പറഞ്ഞു പോകാം. അതായിരിക്കും നല്ലത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടുകളാണ് UDFന് ഭൂരിപക്ഷമായി പൂഞ്ഞാറിൽ നിന്ന് ലഭിച്ചത്. ആ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യനാണ് സ്ഥാനാർത്ഥി. വൈകിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൂഞ്ഞാർ മണ്ഡലത്തിലെത്തിയതെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വോട്ടുപിടുത്തം. പ്രത്യേകിച്ചും FCRA പോലുള്ള ബില്ലുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയുമൊക്കെ പൂഞ്ഞാറിൽ വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. BJPക്കാകട്ടെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ടാണ് PC ജോർജും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു മുൻകൈ. 6 ഇടങ്ങളിൽ UDFും 3 ഇടങ്ങളിൽ LDFും ജയിച്ചു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ BJP വിജയിച്ചു. ഈ വിജയത്തിന് പിന്നിൽ PC ജോർജും ഷോൺ ജോർജുമായിരുന്നു എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP ഇവിടെ നിന്നും വിജയത്തിനപ്പുറം മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കാത്തത്. ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ നിർണായകമാണ്, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ. ചീഫ് വിപ്പായിരുന്ന സമയത്ത്, അതായത് PC ജോർജ് ചീഫ് വിപ്പായിരുന്ന സമയത്ത് UDFനൊപ്പം പിണങ്ങിയുമായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. അത് ഇപ്പോൾ വലിയ തരത്തിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോൺഗ്രസ്സിന് വലിയ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പൂഞ്ഞാർ. ആ പൂഞ്ഞാറിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും അദ്ദേഹത്തിൽ നിന്നും തെന്നിമാറുകയായിരുന്നു. അതായത് 2016 2021 MJ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വൈകിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയെങ്കിൽ തന്നെയും കോൺഗ്രസിൻ്റെ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിജയം വരിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുമുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുകയാണെന്ന് പറയേണ്ടി വരും. പൂഞ്ഞാർ പിടിക്കാൻ എല്ലാ തന്ത്രവും BJP പയറ്റുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
73.98% വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇടതു മുന്നണിക്ക് 41.94% വോട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ 17% വോട്ടുകൾ LDFന് അധികമായി ലഭിച്ചു. അതായത് 2016 ഇടതു മുന്നണിക്ക് ലഭിച്ച വോട്ടുകളെക്കാൾ 17% കൂടുതലായി ലഭിച്ചു എന്നുള്ളതാണ് 2021 ഏറ്റവും വലിയ പ്രത്യേകത. PC ജോർജിന് ലഭിച്ചത് 29.92% വോട്ടുകൾ, UDFന് 24.76% വോട്ടുകൾ. എന്തായാലും പൂഞ്ഞാറും പാലായും അടുത്തടുത്ത മണ്ഡലങ്ങളാണ്. ഇരു സ്ഥലങ്ങളിലും BJP വലിയ തരത്തിൽ കണ്ണുവച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടുകളിൽ. മത്സരങ്ങൾ രണ്ടിടത്തും ത്രികോണ മത്സരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു.